കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച അഖിൽ പി ധർമ്മജനാണ് എന്നോടൊപ്പം ഉള്ളത്. അതിന് തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എന്താണ് തോന്നുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഒരിക്കലും പ്രതീക്ഷയല്ല ഒരു അവാർഡ് കിട്ടുമെന്ന്. അത് ഇങ്ങനെ തന്നെ ഒരു അവാർഡ് കിട്ടിയത് എനിക്ക് സന്തോഷം, എന്നെ സ്നേഹിക്കുന്ന വായനക്കാർക്കും എല്ലാവർക്കും സന്തോഷം. എനിക്ക് തോന്നുന്നു 80% ആൾക്കാരും ഈ പറഞ്ഞ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്കായിരിക്കണം റാം കെയർ ഓഫ് ആനന്ദി. ബാക്കി നോർമൽ വായനക്കാരാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ സാഹിത്യ ലോകത്ത് നിന്ന് അഖിലിന് വലിയൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ താങ്കൾക്ക് അവാർഡ് തന്നത് എന്തിനാണ്, അതത്ര മോശം കലാസൃഷ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകളെങ്കിലും. അത് ഈ പറഞ്ഞ അവരുടെ വായന ചിലപ്പോൾ ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ടുള്ള ആഴത്തിലുള്ള വായന ആയിരിക്കും. അപ്പോൾ എൻ്റെ ലൈറ്റ് റീഡിംഗ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കും കട്ടിയുള്ളതിന് മാത്രമായിരിക്കും അവാർഡ്സ് കിട്ടുന്നത്, കുറച്ചുകൂടെ സാഹിത്യം കൂടുതലുള്ളത്. അപ്പോൾ ഇത് വല്ലപ്പോഴുമൊക്കെ നമുക്ക് പാവപ്പെട്ടവർക്കും വേണമല്ലോ, ഇത് ഞങ്ങൾ പാവപ്പെട്ടവരുടെ വിജയം. അപ്പോൾ എത്ര മാർക്കറ്റ് ചെയ്താലും ഒരു പരിധി കൂടുതൽ ഒരു ബുക്ക് പോകത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ മാർക്കറ്റ് ചെയ്ത ഒരു 2-3 എഡിഷൻ പോട്ടെ 10 എഡിഷൻ പോകാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും ആൾക്കാർ വായിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് സജസ്റ്റ് ചെയ്ത മൗത്ത് പബ്ലിസിറ്റി വഴിയാണല്ലോ. ഈ അവാർഡിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പോലും ഇടുന്ന കമൻറ്റുകൾക്ക് പോലും നന്നായിട്ട് പോസിറ്റീവ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട്. സുഹൃത്തുക്കളാണ്. ഞാനപ്പോൾ ആലോചിക്കുന്നത് ഇതൊരു ഓട്ട മത്സരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മത്സരമല്ല, അതൊരു ജൂറി 3 പേര് തിരഞ്ഞെടുത്ത ഒരു അവാർഡാണ്. അത് അവരുടെ അന്തിമ തീരുമാനമാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇപ്പം ഞാൻ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ആരെങ്കിലും അതിൻ്റെ അകത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൺഗ്രാറ്റ്സ് പറയും. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ കിട്ടിയ ഒരാളെ അങ്ങനെ ഇട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ല. വിഷമമുണ്ടോ ഇത്? വിഷമമില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് നമ്മൾ സുഹൃത്താണെന്ന് വിചാരിച്ചവർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവർ പോലും അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കുഴപ്പമില്ല. എനിക്ക് ആദ്യമേ ഒന്ന് അക്സെപ്റ്റ് ആകാനായിട്ട് ഇത്തിരി സമയം എടുത്തു. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഈ വിമർശകരോട് എന്താ പറയാനുള്ളത്? അല്ല, അവർ വിമർശിച്ചോട്ടെ, കുഴപ്പമില്ല. വിമർശിച്ച് നന്നാക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചിലപ്പോൾ നന്നാവുമായിരിക്കും.